ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാന ക്രിയയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ്, വ്യത്യാസം കാണുക. അതായത് ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് വ്യത്യസ്ത ചിഹ്നങ്ങൾ ഉള്ളതാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ചിഹ്നം മാറ്റി, സൈൻ മാറ്റിയിട്ട് ആഡ് ചെയ്യുക, കൂട്ടുക. ആ ഒരു പ്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമാകും. അപ്പോൾ നോക്കിക്കൊള്ളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15 മൈനസ് 10. അപ്പോൾ ഇങ്ങനെ വന്നാൽ ചിഹ്നം മാറ്റി, അതായത് ഈ സംഖ്യയുടെ ചിഹ്നം മാറ്റിയിട്ട് ഇവിടെ ആഡ് ചെയ്താൽ മതി. സബ്ട്രാക്ഷന് പകരം മൈനസിന് പകരം, അതായത് 15 ഈ മൈനസിന് പകരം പ്ലസ് ഇടണം, അതായത് കുറയ്ക്കുന്നതിന് പകരം കൂട്ടണം. പക്ഷേ ഇവിടത്തെ ചിഹ്നം മാറ്റണം, സൈൻ മാറ്റണം. അതായത് -10 എന്നുള്ളത് +10 ആയിട്ട് മാറും. അപ്പോൾ എത്ര കിട്ടും? അതായത് +15 പ്ലസ് +10 ഒരേ സംഖ്യകളാണ്. കൂട്ടുമ്പോൾ സംഖ്യകളെ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം, 15ഉം 10ഉം 25 ആണെന്ന് അറിയാം. 25 എഴുതിയിട്ട് അതേ ചിഹ്നം, പോസിറ്റീവ് ചിഹ്നം. അപ്പോൾ ഇതാണ് +25 ആണ് ഇതിന്റെ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 23 -5. ഇവിടെ ചെയ്തതുപോലെ ഇവിടെ ചെയ്താൽ മതി. 23 ഈ മൈനസിന് പകരം പ്ലസ് ഇടുക, എന്നിട്ട് -5, അതായത് -5നെ പോസിറ്റീവ് സൈൻ മാറ്റി ആഡ് ചെയ്യണം. അപ്പോൾ എത്രയായി? 23ഉം 5ഉം രണ്ടും ഒരേ സൈനാണ്, ഒരുമിച്ച് കൂട്ടുക, അതേ സൈൻ തന്നെ ഇടുക. 23ഉം 5ഉം 28, പോസിറ്റീവ് 28. അതാണ് ഇതിന്റെ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 40 - 50. ഇത് നമുക്ക് സാധാരണ രീതിയിൽ എളുപ്പം കണ്ടുപിടിക്കാം. എന്നാലും ഈ നിയമം വെച്ച് ചെയ്യുമ്പോൾ 40ൽ നിന്ന് 50 കുറയ്ക്കാനായിട്ട് 40 പ്ലസ് -50 എന്ന് എടുക്കണം. അപ്പോൾ ഇത് നിയമപ്രകാരം ചെയ്യുമ്പോൾ ഇതാണ് കറക്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിക്കൊള്ളൂ, വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകളെ ആഡ് ചെയ്യാനായിട്ട് വലുതിൽ നിന്ന് ചെറുതിനെ കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടണം. 50ൽ നിന്ന് 40 കുറയ്ക്കുമ്പോൾ 10. വലിയ സംഖ്യയുടെ സൈൻ ചിഹ്നം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, -10. അപ്പോൾ ഇതിന്റെ ഉത്തരം -10. അടുത്ത ക്വസ്റ്റ്യൻ 100 - 270. ഇവിടെ ചെയ്തതുപോലെ 100 - എന്നുള്ളതിന് പകരം പ്ലസ് ഇടുക, പക്ഷെ ഇതിന്റെ സൈൻ മാറ്റുക. അതായത് എങ്ങനെ വരും? യഥാർത്ഥത്തിൽ ഇതിന്റെ സൈൻ എത്രയാണ്? പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവിനെ -270 എന്ന് എഴുതുക. അപ്പോൾ എത്ര കിട്ടും? വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കുമ്പോൾ 270ൽ നിന്ന് 100 കുറയ്ക്കുമ്പോൾ 170 ആണ്. സൈൻ ആരുടേത് കൊടുക്കണം? വലുതിന്റെ സൈൻ, -170. അതാണ് ഇതിന്റെ ഉത്തരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 75 - 150. 75 പ്ലസ് 150യുടെ സൈൻ യഥാർത്ഥത്തിൽ പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവിന് പകരം -150 എന്ന് കൊടുക്കുക. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിനെ കുറച്ചിട്ട് 150ൽ നിന്ന് 75 കുറയ്ക്കുമ്പോൾ 75 ആണ്. സൈൻ ആരുടേത് കൊടുക്കണം? വലുതിന്റെ സൈൻ, -75. ഇതാണ് ഇതിന്റെ ഉത്തരം.